ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചെന്നും LDFന്റെ വർഗീയ പ്രചാരണം ജനം തിരിച്ചറിഞ്ഞെന്നും PK കുഞ്ഞാലിക്കുട്ടി MLA. ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞത് കേരള ഭരണം UDF തിരിച്ചു പിടിക്കും എന്നുള്ളത് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും, അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ്. മാത്രമല്ല, കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ അപൂർവമായി കണ്ട ഒരു വലിയ അഭൂതപൂർവമായ ജയം തന്നെയാണ് ഈ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന വാർഡ്, പാണക്കാട് വാർഡാണ്, ഇവിടെയൊക്കെ വമ്പിച്ച ഭൂരിപക്ഷമാണ്. പക്ഷെ കേരളത്തിൽ ആവശ്യമില്ലാതെ വർത്തമാനം പറയുന്ന ഒരുപാട് നമ്മളെ അന്തരീക്ഷം വരുന്ന പലരുടെയും വാർഡുകളൊന്ന് നോക്കിയാൽ മതി, വലിയ തിരിച്ചടി അവിടെ ഒക്കെ ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ കേരള ജനത ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ല. മതേതര കാഴ്ചപ്പാടിന്റെ കൂടെയാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് കാണാം. ഈരാറ്റുപേട്ടയിൽ ഡയറക്റ്റായിട്ട് ഞങ്ങൾ അവിടെയുള്ള എതിർവശത്താരാൻ നോക്കിയാൽ മതി, വർഗീയതയെ ഒരിക്കലും കേരളം അനുകൂലിക്കുന്നില്ല. അത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിപ്പോൾ പാണക്കാട് മുറ്റത്തിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് പറയാനുള്ളത്. അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇഷ്ടംപോലെ വെട്ടിമുറിച്ച വാർഡുകൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലൊക്കെ അങ്ങ് വെട്ടിമുറിച്ചിരിക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്തിൽ പറയും വേണ്ട, അവരുടെ ഇഷ്ടത്തിന് വെട്ടിമുറിച്ച വാർഡുകൾ ഉണ്ടായിട്ടുമാണ് ഈ തൂത്തുവാരൽ. അപ്പോൾ ഒരു നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പായിരുന്നു, വാർഡ് വിഭജനമായിരുന്നു, എന്തുണ്ടാവും അത് ആലോചിക്കാവുന്നേ ഉള്ളൂ. പല മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തിലും ഒന്നും ഇടതുപക്ഷത്തിന് അംഗങ്ങളില്ല. 10 വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ആ കഷ്ടത ഉണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അതിൻ്റെ കൂടെ കൂനിന്മേൽ കുരു എന്നതുപോലെ ശബരിമലയും കൂടി വന്നുവിട്ടു. മറ്റു വിഷയങ്ങളൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളാണ്. അതല്ല, മറ്റ് ശബരിമല ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു. അതുപോലെ തന്നെ ഈ വർഗീയത, തീതുപ്പുന്ന വർഗീയത, കേട്ടാൽ അറപ്പുളവാക്കുന്ന വർഗീയത, അതിനെ LDF പ്രോത്സാഹിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണെന്നുള്ളത്. അത് കേരളം അംഗീകരിക്കില്ല എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ. ഫോൺ 0483-274-2246. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.